ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ അമിതവണ്ണമുള്ളവർക്ക് അവർക്ക് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ പറയാറുണ്ട് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളൊക്കെ ആഡ് ചെയ്യാൻ. അപ്പോൾ പലരുടെയും സംശയമാണ്, അപ്പോൾ ഈ പഴവർഗ്ഗങ്ങൾ അമിതമായി കഴിച്ചാൽ അതിലൊക്കെ പഞ്ചസാരയുടെ അളവില്ലേ അല്ലെങ്കിൽ ഫ്രക്ടോസ് ഇല്ലേ, അപ്പോൾ നമുക്ക് വെയിറ്റ് കൂടില്ലേ എന്നുള്ളതൊക്കെ. നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി അല്ലെങ്കിൽ എത്രമാത്രം പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും നമുക്ക് കഴിക്കാം എന്നുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഡോക്ടർ പ്രിയ കലോഞ്ചി ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ്. ശരീരഭാരം കുറയ്ക്കാൻ നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം പറയുന്നത് അന്നജത്തിൻ്റെ അളവ് കുറയ്ക്കാൻ. അന്നജത്തിൻ്റെ അളവ് കുറയ്ക്കുമ്പോൾ നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും മാക്സിമം പറയുന്നത് പ്രോട്ടീൻ ധാരാളമായി കഴിക്കുക അല്ലെങ്കിൽ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ധാരാളമായി കഴിക്കുക എന്നാണ്. അപ്പോൾ ഈ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ സ്പെസിഫിക് ചെയ്ത് പറയുന്ന സമയത്ത് നമുക്ക് ധാരാളം ഫ്രൂട്ട്സ് അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഇൻക്ലൂഡ് ചെയ്യാൻ പറയുമ്പോൾ പല ആൾക്കാരും ഡൗട്ടാണ്, പഴവർഗ്ഗങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ബെറ്റർ റിസൾട്ട്, പച്ചക്കറികൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ബെറ്റർ റിസൾട്ട്. അപ്പോൾ അതിൻ്റെ ഒരു കമ്പാരിസൺ ആണ് നമ്മൾ മെയിൻലി നോക്കുന്നത്. എപ്പോഴും നമ്മൾ ഈ പഴവർഗ്ഗങ്ങളെയും പച്ചക്കറികളെയും പറ്റി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും അധികം വരുന്നൊരു ടേമാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ്, ഗ്ലൈസീമിക് ലോഡ്, ഫൈബറിൻ്റെ പ്രസൻസ്, ഇങ്ങനെയുള്ള ഒരുപാട് ടേംസ് വരാറുണ്ട്. അപ്പോൾ ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പഴവർഗ്ഗങ്ങൾ മെയിൻലി കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കുന്ന സമയത്ത് എത്ര പെട്ടെന്നാണോ നമ്മുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് അല്ലെങ്കിൽ ഷുഗറിൻ്റെ ലെവൽ കൂടുന്നത് എന്നതിനെ നോക്കി ഏറ്റവും പെട്ടെന്ന് ഷുഗർ റിലീസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കൂടുതലായിരിക്കും. ഇവ പ്രമേഹ രോഗികൾക്ക് ദോഷം ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്രമേഹമൊന്നും ഇല്ല, നിങ്ങളുടെ കിഡ്നിയൊക്കെ നോർമലി ഫങ്ഷനിങ് ആണെങ്കിൽ, നിങ്ങൾക്ക് വേറെ തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇതിനെപ്പറ്റി വലുതായിട്ട് ചിന്തിക്കേണ്ടതില്ല. ഇനി നമ്മൾ ഗ്ലൈസീമിക് ലോഡിനെ പറ്റി പറയുമ്പോൾ ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അന്നജത്തിൻ്റെ ഇതിൽ അടങ്ങിയിരിക്കുന്ന അന്നജത്തിൻ്റെ അളവ് കൂടി നമ്മൾ മെൻഷൻ ചെയ്യുന്നതിനാണ് നമ്മൾ ഗ്ലൈസീമിക് ലോഡായിട്ട് പറയുന്നത്. ഇപ്പോൾ കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഗ്ലൈസീമിക് ലോഡ് നോക്കിയിട്ട് നമ്മൾ ഭക്ഷണം കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ ഏത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് പറയുന്നത്. ഇനി നമ്മൾ പറയുന്ന വേറൊരു ടേമാണ് ഫൈബർ അല്ലെങ്കിൽ നാരടങ്ങിയിട്ടുള്ള ഭക്ഷണം. അപ്പോൾ ഓരോ പഴവർഗ്ഗങ്ങളിലും പച്ചക്കറികളിലും ഒക്കെ നാരടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ നാരടങ്ങിയത് കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്താണ് നമുക്ക് കുറച്ച് നേരത്തേക്ക് കൂടി ഒരു വയർ നിറഞ്ഞൊരു ഫീലിംഗ് ഉണ്ടാവാം. നമ്മൾ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ആമാശയത്തിലെത്തുന്ന സമയം ഈ ഫൈബർ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ജലാംശം വലിച്ചെടുക്കുകയും അതങ്ങ് വീർത്ത് വരും. ഇങ്ങനെ വീർത്ത് വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വയറിൽ വല്ലാത്തൊരു ഫുൾനെസ് അല്ലെങ്കിൽ ഒരു വയർ നിറഞ്ഞൊരു സെൻസേഷൻ തോന്നും. ആ ഒരു സെൻസേഷൻ ഉള്ളതുകൊണ്ട് കുറേ നേരത്തേക്ക് നമുക്ക് പിന്നെ വിശക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഓവർ ഈറ്റിംഗ് അല്ലെങ്കിൽ അമിതമായിട്ട് ആഹാരം കഴിക്കാനുള്ള ഒരു ക്രേവിങ്ങോ അല്ലെങ്കിൽ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്ന രീതി ഉണ്ടെങ്കിൽ അത് പരമാവധി കുറയ്ക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമ്മൾ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഈ ഒരു ജങ്ക് ഫുഡുകൾ ഒഴിവാക്കൂ, പകരം നമ്മൾ ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കുക എന്നാണ്. അതിന് പ്രധാന കാരണം ഈ ജങ്ക് ഫുഡ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫുഡിനകത്ത് കലോറി വളരെ കൂടുതലാണ്. നമ്മുടെ ഇന്നത്തെ ഒരു ജീവിതശൈലി വെച്ച് നോക്കുകയാണെങ്കിൽ യാതൊരുവിധ വ്യായാമമോ അല്ലെങ്കിൽ ശരീരം അടങ്ങിയിട്ടുള്ള ജോലിയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഹൈ കലോറിയുടെ ആവശ്യമില്ല. നമുക്ക് മിനിമം വേണ്ടത് ഒരു 1800 മുതൽ 2000 കലോറി മാത്രമാണ് ഒരു ദിവസം വേണ്ടത്. അപ്പം നമ്മൾ അതിന് പകരം ഒരുപാട് കലോറി കൂടുതൽ കഴിക്കുന്ന സമയത്ത് ഈ കലോറി എല്ലാം നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കൊഴുപ്പായിട്ടാണ്. ഈ കൊഴുപ്പാണ് നമ്മുടെ ശരീരത്തിൽ അടിയുന്നത്, അമിതവണ്ണത്തിലേക്ക് പോകുന്നത്, കുടവയർ വെക്കുന്നത്. നമ്മൾ പൊക്കം വെക്കുന്നതിന് പകരമായിട്ട് നമുക്ക് വയറ് ചാടി വരും, വിസ്തീർണം നമുക്ക് കൂടി വരുന്നതാണ് ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ കാണുന്നത്. പണ്ടെല്ലാം ഉയരം വെച്ച് വരികയാണെങ്കിൽ നമ്മൾ ഇന്ന് വയറ് ചാടി വരും, അല്ലെങ്കിൽ കുടവയർ വലുതായി വരിക. ആ ഒരു ലൈഫ് സ്റ്റൈലാണ് നമുക്ക് ഇന്ന് കാണുന്നത്. അപ്പോൾ അത് ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ അധികം കലോറിയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഇപ്പോൾ നമ്മൾ കലോറിയുടെ ഒരു കമ്പാരിസൺ പറയുകയാണെങ്കിൽ നമ്മളൊരു ഉരുളൻകിഴങ്ങ്, ഒരു 100 ഗ്രാം ഉരുളൻകിഴങ്ങ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പച്ചക്കറിയാണ്. അതെടുക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൽ വെറും കലോറി എന്ന് പറഞ്ഞാൽ 83 കലോറി മാത്രമാണ്. ഇനി നമ്മളത് ബോയിൽ ചെയ്ത ശേഷമാണെങ്കിൽ അതിൽ ഏകദേശം ഉണ്ടാവുന്നത് ഒരു 90 കലോറി മുതൽ ഒരു 94 കലോറി വരെ, ഏകദേശം 100-ന് അടുത്ത് മാത്രമേ കലോറി വരുന്നുള്ളൂ. ഇനി നമ്മൾ ഇതേ പൊട്ടറ്റോ ചിപ്സ് ആക്കി, അതായത് ഒരു ജങ്ക് ഫുഡ് പ്രോസസ്സ് ചെയ്ത ഭക്ഷണമാക്കി കഴിയുമ്പോൾ അതിലുണ്ടാവുന്ന കലോറി എന്ന് പറഞ്ഞാൽ ഒരു 550 മുതൽ 600 കലോറി വരെയാണ്. അതായത് നോർമലി നമ്മൾ ഒരു പുഴുങ്ങിയ കിഴങ്ങ് കഴിക്കുമ്പോൾ അതിനേക്കാളും 6 ഇരട്ടിയോളം കലോറിയാണ് നമ്മൾ ക്രാക്കേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ചിപ്സ് ആയിട്ട് അല്ലെങ്കിൽ പൊട്ടറ്റോ ഫ്രൈ ചെയ്ത് കഴിക്കുന്ന ലേസൊക്കെ ആയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ അതിനകത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ 100 ഗ്രാം ആ ഒരു പൊട്ടറ്റോ ചിപ്സ് കഴിച്ചാൽ മാത്രം നമുക്കൊരു ദിവസം കിട്ടുന്ന കലോറി എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം 600 കലോറിയാണ്. അപ്പോൾ അത്രയും ഒരു 2000 മാക്സിമം കലോറി വേണ്ടെടുത്ത് നമ്മൾ 100 ഗ്രാം ചിപ്സ് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് 600 കലോറി കിട്ടുമ്പോൾ അത്രയും അധികം ഒരു ഹെവി ലോഡാണ് നമ്മുടെ ശരീരത്തിന് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും അധികം അമിതവണ്ണം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ മാക്സിമം ഒഴിവാക്കിയിട്ട് പകരം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആഡ് ചെയ്താണ് ഏറ്റവും ബെസ്റ്റ്. ഇനിയിപ്പം സ്പെസിഫിക് ചെയ്ത് പറയുകയാണ്, ഫ്രൂട്ട്സ് കഴിച്ച് കഴിഞ്ഞാൽ അതിൽ ഫ്രക്ടോസ് ഇല്ലേ അല്ലെങ്കിൽ ഫ്രൂട്ട്സിൽ കഴിച്ച് കഴിഞ്ഞാൽ വണ്ണം കൂടില്ലേ എന്നുള്ളൊരു ഡൗട്ട് ഉള്ളവർക്കായിട്ട് പറയുകയാണെങ്കിൽ
ആപ്പിളിൽ അടങ്ങിയിട്ടുള്ള ഗ്ലൈസീമിക് ഇൻഡെക്സ് വെറും 40 മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഉരുളൻകിഴങ്ങ് അത് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഏകദേശം ഒരു 100-ന് അടുത്തോളം തന്നെ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പച്ചക്കറിയാണ് കുറച്ചുകൂടി ബെസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഫ്രൂട്ട്സ് ഇതിലും ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുള്ളവരുണ്ട്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കിഡ്നിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഡയബറ്റീസ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ, വേറെ മറ്റ് ജീവിതശൈലി രോഗങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഗ്ലൈസീമിക് ഇൻഡെക്സിനെ പറ്റി ബോധർ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടേതായ താല്പര്യങ്ങൾക്കനുസരിച്ച് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും കഴിക്കാം. എന്നാൽ നിങ്ങളൊരു പ്രമേഹ രോഗിയാണെങ്കിൽ എപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ഗ്ലൈസീമിക് ഇൻഡെക്സ് കൺസിഡർ ചെയ്യാം. ഈ ഒരു സാഹചര്യത്തിലാണ് എപ്പോഴും നമുക്കൊരു ഡോക്ടറുടെ അല്ലെങ്കിൽ ഡയറ്റീഷ്യൻ്റെ സഹായം ആവശ്യം വരും. കാരണം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല നമുക്ക് ഏതൊക്കെ ഭക്ഷണത്തിലാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ളത്, ഇത് നമുക്ക് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യൻ്റെ അഡ്വൈസ് പ്രകാരം മാത്രം നമ്മൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണം വേണമെങ്കിൽ അത്, അല്ലെങ്കിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് നമുക്ക് കൺസിഡർ ചെയ്യണമെങ്കിൽ അങ്ങനെ, നമ്മുടെ ഹെൽത്ത് അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രം നമ്മളൊരു ഡയറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിക്കുമ്പോഴായിരിക്കും എപ്പോഴും നമ്മുടെ ഹെൽത്തി ആയിട്ട് തന്നെ ഒരു ബോഡി വെയിറ്റ് കുറച്ചുകൊണ്ട് വരാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഒരു ദിവസം ഒരു 2000 കലോറിയെങ്കിലും ഊർജ്ജം ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊരു ഫ്രൂട്ട്സ് ഒരു 400 മുതൽ 500 കലോറി വരെയെങ്കിലും ഫ്രൂട്ട്സിൽ നിന്ന് ഊർജ്ജം ഈടാക്കാവുന്നതാണ്. അപ്പം അതിന് വേണ്ടി നിങ്ങൾക്കൊരു 200 മുതൽ 250 വരെ ഗ്രാം ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. കഴിക്കുമ്പോൾ കട്ട് ചെയ്ത് തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫൈബർ കൂടെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊരു ഗ്ലൈസീമിക് ഇൻഡെക്സിൻ്റെ ഡിവിഷൻ നോക്കുകയാണെങ്കിൽ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ്, അതായത് 55-നും താഴെയാണ് വാല്യൂ എങ്കിൽ അവ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവോക്കാഡോ, ചെറീസ്, അതുപോലെ തന്നെ മുന്തിരി, ആപ്പിള്, പീച്ച്, പിയർ, ഇങ്ങനെയുള്ള പഴവർഗ്ഗങ്ങളൊക്കെ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണ്. അപ്പോൾ അവ ധാരാളമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമതൊരു മോഡറേറ്റ് ഗ്ലൈസീമിക് ഇൻഡെക്സ് 56 മുതൽ 69 വരെയാണ് പറയുന്നത്. ഈ ഒരു വാല്യൂവിനിടയിൽ നിൽക്കുന്നത് നമ്മൾ മോഡറേറ്റ് ആയിട്ട് പറയുന്നത്. നമ്മുടെ പപ്പായ, പൈനാപ്പിള്, കിവി പോലെയുള്ള ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഈ ഒരു മോഡറേറ്റ് ലെവലിൽ പറയാവുന്നതാണ്. ഇനി ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 70-ന് മുകളിലോട്ട് പോകുന്നത്. ഇപ്പം ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണ് മാമ്പഴം. ഇനി ഡ്രൈഡ് ഫ്രൂട്ട്സ് അല്ല, ഇപ്പം അത്തിപ്പഴമൊക്കെ നമുക്ക് നോർമലി അതിന് കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ അത് ഉണങ്ങുകയും കൂടി ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ആഡഡ് ഷുഗറൊക്കെ വരുന്നത്. ഈ പൊതുവെ ഡ്രൈ റെസിൻസ്, ഉണക്ക മുന്തിരി, ഇവയെല്ലാം ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആയിട്ടാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ തണ്ണിമത്തൻ ഒരു ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണ്. പക്ഷേ തണ്ണിമത്തൻ എപ്പോഴും നമ്മൾ ഒരു വെയിറ്റ് ലോസിന് വേണ്ടി സജസ്റ്റ് ചെയ്യാൻ ഒരു പ്രധാന കാരണം ഇതിൽ ധാരാളം ജലാംശമുണ്ട്. നമ്മൾ എത്രത്തോളം വെള്ളം നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ബോഡി വെയിറ്റ് കുറച്ചുകൊണ്ട് വരാൻ പറ്റും. കാരണം നമുക്ക് അറിയാലോ, ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഗ്ലൈക്കോജൻ മെറ്റബോളിസം നടക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം നമ്മുടെ ശരീരത്തിൽ നഷ്ടമാവുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഒരു ഹൈഡ്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തണ്ണിമത്തൻ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലാണെങ്കിൽ കൂടി സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ 3 രീതിയിലാണ് പ്രധാനമായിട്ടും ഗ്ലൈസീമിക് ഇൻഡെക്സിനെ ഫ്രൂട്ട്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഗ്ലൈസീമിക് ഇൻഡെക്സ് വെജിറ്റബിൾസിൻ്റെ കേസിലോട് വരുന്ന സമയത്ത് ഏറ്റവും ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആയിട്ട് പറയുന്നത് നമ്മൾ ഉള്ളി, തക്കാളി, ബ്രക്കോളി, കോളിഫ്ലവർ, ക്യാബേജ്, ഇതൊക്കെ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണ്. ഇനി ഒരു മോഡറേറ്റ് ലെവലിലോട് പറയുന്ന സമയത്ത് നമ്മുടെ മത്തങ്ങ, ഉരുളൻകിഴങ്ങ്, സ്വീറ്റ് പൊട്ടറ്റോ, കോൺ, ക്യാരറ്റ് ഇവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് അടങ്ങിയിട്ടുള്ള പച്ചക്കറികളെ പറയുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കിഴങ്ങ് വർഗ്ഗങ്ങൾ, മത്തങ്ങ, ക്യാരറ്റ് ഇവയെല്ലാം പുഴുങ്ങി കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കുക്ക് ചെയ്ത് കഴിക്കുന്ന സമയത്ത് ഈ മോഡറേറ്റ് ലെവലിൽ നിന്ന് ഗ്ലൈസീമിക് ഇൻഡെക്സ് ഹൈ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇതാണ് പച്ചക്കറികളുടെ ഗ്ലൈസീമിക് ഇൻഡെക്സിൻ്റെ ഒരു കാൽക്കുലേഷൻ. ഇനി നമ്മൾ പറയാറുള്ളത് കൂടുതലായിട്ടും ഗ്ലൈസീമിക് ഇൻഡെക്സ് നോക്കുന്നത് പോലെ തന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. എപ്പോഴും ഏറ്റവും ബെസ്റ്റ് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സും ഹൈ ഫൈബറും ആയിട്ടുള്ള പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഇൻക്ലൂഡ് ചെയ്യാനാണ് പറയുക. ഇനി നമ്മൾ ആ ഒരു ഫൈബറിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹൈ ഫൈബർ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് ആപ്പിള്, പിയർ, അവോക്കാഡോ പോലെയുള്ള ഫ്രൂട്ട്സ്. ഒരു മോഡറേറ്റ് ലെവലിൽ ഫൈബർ അടങ്ങിയിട്ടുള്ളവയാണ് ബനാന, മാംഗോ ഇവയൊക്കെ. ഇനി ഏറ്റവും ലോ ഫൈബർ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് തണ്ണിമത്തനായിട്ട് പറയാറ്. അപ്പോൾ എപ്പോഴും തണ്ണിമത്തൻ എന്ന് പറഞ്ഞ ഒരു ഗ്ലൈസീമിക് ഇൻഡെക്സ് ഹൈ ആണ്, അതുപോലെ തന്നെ ഫൈബർ വളരെ ലോ ആണ്. പക്ഷേ ഹൈഡ്രേഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറയുന്നത്. ഇനി പച്ചക്കറികളുടെ കേസിൽ ഫൈബറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോ, അതുപോലെ തന്നെ ക്യാരറ്റ്, ഇലക്കറികളൊക്കെ ഹൈ ഫൈബറാണ്. ഇനി ഒരു മോഡറേറ്റ് ലെവൽ വരുമ്പം ഈ പറഞ്ഞ പച്ചക്കറികൾ, കിഴങ്ങ് വർഗ്ഗങ്ങളും സ്വീറ്റ് പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫൈബർ ലെവൽ കുറച്ചും കൂടി കുറയും. ലോ ഫൈബറായിട്ട് പറയുന്നത് പ്രധാനമായിട്ട് തക്കാളി, ക്യുക്കമ്പർ ഇവയൊക്കെയാണ് കൂടുതലും ലോ ഫൈബർ ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും കഴിക്കുന്ന സമയത്ത് ഈ ഫൈബർ റിച്ച് അതുപോലെ തന്നെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഈ കാർബിന് പകരം ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇതൊക്കെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്തു എന്നിട്ടൊന്നും നിങ്ങളുടെ വെയിറ്റ് കുറയുന്നില്ല, ഒരു 2 ആഴ്ചയായിട്ടും ഈ പറയുന്ന രീതിയിൽ ഭക്ഷണം നിയന്ത്രിച്ച് നിങ്ങൾക്ക് വെയിറ്റ് കുറയുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ ഈ കഴിക്കുന്ന ഫ്രൂട്ട്സിൽ നിന്ന് എപ്പോഴും ലോ ഗ്ലൈസീമിക് ഉള്ള ഇൻഡെക്സ് ഉള്ള ഭക്ഷണത്തിലോട്ട് മാറാൻ വേണ്ടി നോക്കുക. നമ്മൾ ആദ്യം ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഗ്ലൈസീമിക് ഇൻഡെക്സ് ഒന്നും വലിയ രീതിയിൽ കൺസിഡർ ചെയ്യണം, നിങ്ങൾക്ക് ഡയബറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ. പക്ഷേ നമ്മുടെ വെയിറ്റ് കുറയുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് നാൾ വെയിറ്റ് കുറഞ്ഞ് പിന്നെ ഒരു സ്റ്റാൻഡ് സ്റ്റിൽ സ്റ്റേറ്റോട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രൂട്ട്സിൽ അല്ലെങ്കിൽ പച്ചക്കറിയിൽ നിന്ന് എപ്പോഴും ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ളതും അതുപോലെ തന്നെ ഹൈ ഫൈബർ ആയിട്ടുള്ള
ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പഴവർഗ്ഗങ്ങളോ പച്ചക്കറികളോ ആണ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പഴവർഗ്ഗങ്ങൾക്കോ അല്ലെങ്കിൽ പച്ചക്കറികൾക്കോ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കൂടുതലാണെങ്കിൽ നമ്മൾ അത് എടുക്കുന്നതിൻ്റെ അളവ് കുറച്ചിട്ട് പകരം ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആയിട്ടുള്ള വേറൊരു ഫ്രൂട്ടുമായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനും പറ്റും, അതോടൊപ്പം നമുക്ക് കുറച്ചുകൂടെ ഹെൽത്തി ഒരു ഓപ്ഷനിലേക്ക് മാറാനും പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ ഈ ജങ്ക് ഫുഡ്സുകളെക്കാളും ഏറ്റവും ബെറ്റർ ആയിട്ട് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ന്യൂട്രിയൻസും മിനറൽസും ഒക്കെ തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ വയറിൽ പെട്ടെന്ന് ഒരു നിറയുന്ന പോലെ തോന്നുന്നുണ്ട്, അമിതമായിട്ടുള്ള വിശപ്പ് കുറയ്ക്കുന്നുണ്ട്, ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ കമ്പയർ ചെയ്താലും എപ്പോഴും ആർട്ടിഫിഷ്യൽ ഭക്ഷണത്തിനേക്കാളും നല്ലത് ഇങ്ങനെ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻക്ലൂഡ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്ത് കറക്റ്റായിട്ട് എത്ര അളവിലാണ് കഴിക്കേണ്ടത്, എന്തോരം വെച്ച് കഴിക്കണം, ഏതൊക്കെ ഫ്രൂട്ട്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാക്കുന്നത് നല്ലതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.